യഹിയയ്ക്ക് സസ്പെൻഷൻ. പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡിയിൽ ആയ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ടി.എസ്. ഹരികൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, പ്രതിയാണ്, അവിടേക്കാണ്, ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു, വലിയ ബഹളം ഉണ്ടാക്കുന്നു, പ്രതിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പരാതി ഉന്നത തലത്തിലേക്ക് പരാതി പോയിരുന്നു, അതിലാണോ ഇപ്പോൾ നടപടി? അന്ന് ഈ സംഭവം ഉണ്ടായത് ഒരു 2 ദിവസം മുമ്പ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പനവൂരുള്ള ഒരു 4 പേരെ നെടുമങ്ങാട് പോലീസ് അന്ന് രാത്രി കസ്റ്റഡിയിലെടുത്തിരുന്നു. സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്താണ്. കാരണം ഇവരന്ന് ഈ കമ്പി വടികളുമായിട്ടൊക്കെ നടന്നു പോയപ്പോൾ പോലീസിന് സംശയം തോന്നി അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നാലെയാണ് ഈ യഹിയ പോലീസ് സ്റ്റേഷനിലെത്തി പ്രശ്നം ഉണ്ടാക്കുന്നത്. യഹിയ പോലീസ് സ്റ്റേഷനിലെത്തി, അതായത് ഇവരെ മോചിപ്പിക്കണം, അതായത് ഈ പിടിച്ചെടുത്തതിൽ കസ്റ്റഡിയിലെടുത്തവരിൽ 2 പേര് യഹിയയുടെ ബന്ധുക്കളായിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരും പറഞ്ഞാണ് യഹിയ ഇവരെ പുറത്തിറക്കണം, ജയിലിൽ നിന്ന് പുറത്തിറക്കണം എന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കിയത്. പോലീസുകാരുടെ ഭാഗത്തു നിന്ന് അവർ ഈ താക്കോൽ ഉപയോഗിച്ച് സെല്ല് തുറക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ പോലീസ് അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹം സെല്ലിനുള്ളിൽ കയറി കിടക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പിന്നീട് പോലീസ് തന്നെ ഇയാളെ യഹിയയും കസ്റ്റഡിയിലെടുത്ത് ഇവരെ വൈദ്യപരിശോധനയ്ക്കൊക്കെ കൊണ്ടുപോയിരുന്നു. അന്ന് അദ്ദേഹം വിവരങ്ങൾ നൽകിയത്.